ഹായ് മക്കളെ, ഈ പ്രാവശ്യം LSS എഴുതാൻ ആഗ്രഹിക്കുന്ന എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വീഡിയോ കാണുക, കേൾക്കുക. ആർക്കൊക്കെ LSS എഴുതാൻ പറ്റും, എത്ര മാർക്കിനാണ് LSS, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ പഠിക്കണം, ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയാനും അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാനും ഈ വീഡിയോ സഹായകമാകും. അപ്പോൾ എന്ത് ചെയ്യണം, എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരിക്കാം. ആദ്യമായിട്ട് ടീച്ചർ പറയാൻ പോകുന്നത് ആർക്കൊക്കെ ഈ LSS എക്സാമിന് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ 4ാം ക്ലാസ്സിലേക്ക് ജയിച്ച് ക്ലാസ് തുടങ്ങി ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് പകുതി വരെ എത്തി. ഈ ഓഗസ്റ്റ് മാസം അവസാനമാകുമ്പോൾ നിങ്ങൾക്ക് ഓൺ എക്സാം നടക്കുകയാണ്. ഈ ഓൺ എക്സാമിൻ്റെ റിസൾട്ട് വന്ന് പേപ്പറൊക്കെ കിട്ടി അതിൽ നിങ്ങൾക്കൊരു 60% മാർക്ക് ഉണ്ടെങ്കിൽ ആ കുട്ടികൾക്ക് എല്ലാവർക്കും LSS എഴുതാൻ പറ്റും. LSSന് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത് പിന്നെ LSSന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പഠനം നടത്തിയാൽ നിങ്ങളെല്ലാ കുട്ടികളും എന്ത് ചെയ്യും, LSS പാസ്സാവും. അപ്പം ഇനി ഓൺ എക്സാമിന് നന്നായിട്ട് പഠിക്കുക. എവിടെയാണോ നിങ്ങൾ പഠിച്ച് നിർത്തിയത് അല്ലെങ്കിൽ എവിടെയാണോ പഠിക്കാൻ ബാക്കിയുള്ളത്, അങ്ങനെ അതൊക്കെ കണ്ടെത്തിയിട്ട് നല്ല രീതിയിൽ പഠിച്ച് എക്സാം എഴുതുക. എല്ലാ കുട്ടികൾക്കും 60% മാർക്ക് അതിന് മുകളിലും വാങ്ങി LSSന് അപേക്ഷിക്കാൻ പറ്റട്ടെ എന്ന് ടീച്ചർ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി എക്സാം എന്നാണ് ഉണ്ടാവുക എന്നാണ് പറയാൻ പോകുന്നത്. അതായത് സാധാരണഗതിയിൽ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു നോർമൽ അധ്യയന വർഷമാണെന്നുണ്ടെങ്കിൽ അത് ഫെബ്രുവരി അവസാനത്തിലാണ് ഉണ്ടാവുക. ഇനി എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ കൊറോണേൻ്റെ സമയത്തൊക്കെ വന്നപ്പോൾ അറിയാലോ, എല്ലാ മേഖലയിലും മാറ്റം സംഭവിച്ചില്ലേ. അപ്പോൾ അതേപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും നമ്മളെ സ്കൂളിൻ്റെ സമയത്തിലും സ്കൂളിൻ്റെ എക്സാമുകളിലും LSSൻ്റെ എക്സാമിലൊക്കെ മാറ്റം വന്നിരുന്നു. അങ്ങനെയൊന്നും ഇനി സംഭവിക്കാതിരിക്കട്ടെ. നല്ലൊരു അധ്യയന വർഷമാവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ LSS എക്സാം എഴുതാനും പറ്റട്ടെ. അപ്പോൾ ഫെബ്രുവരി മാർച്ച് മാസത്തോട് കൂടിയിട്ട് എക്സാം നടക്കും. അതേപോലെ ഇനി ഏതൊക്കെ വിഷയങ്ങളാണ് പഠിക്കേണ്ടത്, ഓരോ വിഷയം എത്ര മാർക്കിനാണ് വരുന്നത്, എങ്ങനത്തെ ചോദ്യങ്ങളാണ് വരിക, അതൊക്കെ ഒന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ടോട്ടൽ നമുക്ക് 80 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരിക. ഈ 80-ൽ 60% മാർക്ക് കിട്ടിയാൽ നമ്മൾ LSS പാസ്സായി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങളൊരു LSS സ്കോളർഷിപ്പ് നേടി. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങുമ്പോഴേ നിങ്ങൾ എനിക്ക് LSS പാസ്സായാൽ മതി എന്നല്ല വിചാരിക്കേണ്ടത്, എനിക്ക് LSSൽ ഫുൾ മാർക്ക് കിട്ടണം എന്നാണ് ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ആഗ്രഹിച്ച് പഠിക്കുമ്പോഴാണ് നമുക്ക് LSSന് അത്യാവശ്യം നല്ലൊരു മാർക്ക് വാങ്ങാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ എന്തായാലും LSS പാസ്സാകും, അത് ഉറപ്പാണ്. എനിക്ക് ഫുള്ള് മാർക്ക് കിട്ടണമെന്ന് വിചാരിച്ച് ഞാൻ ആഗ്രഹിച്ച് പഠിച്ച് അതിനുവേണ്ടി നല്ല ആത്മാർത്ഥതയിൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്കൊരു 50-60 മാർക്ക് എന്തായാലും കിട്ടും. അപ്പോൾ പിന്നെ നമുക്ക് പേടിക്കണ്ടല്ലോ. അപ്പോൾ ആദ്യമേ എനിക്ക് പാസ്സായാൽ മതി എന്ന് വിചാരിക്കരുത്. എനിക്ക് LSSന് ഫുൾ മാർക്ക് കിട്ടും എന്നുള്ള ആ ഒരു ആഗ്രഹത്തോട് കൂടിയിട്ട് പഠിക്കണം. ഇനി ഓരോ വിഷയത്തിലും എത്ര മാർക്ക് വീതമാണ്, എങ്ങനത്തെ ക്വസ്റ്റ്യനാണ് വരിക, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യനാണെന്നൊക്കെ പറഞ്ഞുതരാം. അപ്പോൾ മലയാളത്തിൽ 20 മാർക്ക്, അതേപോലെ EVSൽ 20 മാർക്ക്, മാത്സിൽ 20 മാർക്ക്, പിന്നെ GKയിൽ 10 മാർക്ക്, പിന്നെ ഇംഗ്ലീഷിൽ 10 മാർക്ക്, അങ്ങനെയാണ് 80 മാർക്ക് വരുന്നത്. അപ്പോൾ ഈ GK എന്ന് പറയുമ്പോൾ അതിൽ കറണ്ട് അഫെയറിൻ്റെ കുറച്ച് ഭാഗം വരും. കറണ്ട് അഫെയർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആനുകാലികമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ പത്രം വായിക്കണമെന്നുണ്ടെങ്കിൽ ആ പത്രത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ, നിങ്ങളെ കുട്ടികൾക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ പൊതുവേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ നിന്ന് ചില ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അങ്ങനെ ഒരു GKയിൽ ഒരു 5 മാർക്ക്, പിന്നെ കറണ്ട് അഫെയറിന് അല്ലെങ്കിൽ ഒരു 5 മാർക്ക് സാധാ GK എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങൾ, പൊതുവിജ്ഞാനത്തിൽ പെടുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 5 അല്ലെങ്കിൽ ഒരു 7-3 അങ്ങനെ ആ ഒരു രീതിയിലാണ് GK വരിക. കറണ്ട് അഫെയറും വരും, പിന്നെ GK വരും. പിന്നെ 2 പേപ്പറായിട്ടാണ് വരിക. ഒന്നാമത്തെ പേപ്പർ രാവിലെ ആയിട്ട് എക്സാം നടക്കും. രണ്ടാമത്തെ പേപ്പർ ഉച്ചയ്ക്ക് ശേഷമാണ് എക്സാം ഉണ്ടാവുക. ഒന്നാമത്തെ പേപ്പറിൽ മലയാളം, ഇംഗ്ലീഷ്, GK. ഞാൻ പറഞ്ഞു മലയാളത്തിൽ 20 മാർക്കും ഇംഗ്ലീഷിൽ 10 മാർക്കും GKയിൽ 10 മാർക്കുമാണ് ഉണ്ടാവുക. ഇനി എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നൊക്കെ ഞാൻ നല്ല വിശദീകരിച്ച് പറഞ്ഞു തരാം. ഇനി പേപ്പർ രണ്ടാമത്തേതിൽ ഉച്ചയ്ക്ക് ശേഷവും എക്സാം ഉണ്ടാവുക. അതിൽ EVS 20 മാർക്കിനും മാത്സ് 20 മാർക്കിനും. ഇപ്പോൾ ഈ മലയാളത്തിലും ഇംഗ്ലീഷിലും ഇപ്പോൾ എന്തെങ്കിലും ഒരു പിന്നെ വിവരണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പാസേജ്, സ്റ്റോറിയോ, കവിത അങ്ങനെ എന്തെങ്കിലും ഒന്ന് തരും. അപ്പോൾ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇപ്പോൾ 3 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 1 വേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. മാത്സും അതേപോലെ തന്നെയാണ്, 2 വിവരണം തരും, അതിൽ നിന്ന് പിന്നെ 1 വേർഡ് ക്വസ്റ്റ്യൻസ് തരും, പിന്നെ ഒരു 3 മാർക്കിനുള്ള 2 ക്വസ്റ്റ്യൻസും തരും. അങ്ങനെയാണ് ഈ 20 മാർക്ക് ഉണ്ടാവുക. EVSും അതേപോലെ തന്നെയാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം,
പിന്നെ ഓപ്ഷൻ വന്നിട്ടുള്ള ക്വസ്റ്റ്യനും ഉണ്ടാവും, ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യനും ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചാലുള്ളൂ ഓപ്ഷൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നിങ്ങൾ ആദ്യം പഠിച്ചു പോകുമ്പോൾ തന്നെ എനിക്ക് ഓപ്ഷൻ വേണം എന്നുള്ള ആ ഒരു ധാരണയിൽ പഠിക്കരുത്. ഓപ്ഷൻ ഇല്ലാതെ ക്വസ്റ്റ്യൻ കണ്ടിട്ട് ഉത്തരം എഴുതാൻ പറ്റുന്ന രീതിയിൽ പഠിച്ചു പോകണം. അപ്പോഴാണ് നമുക്ക് ഓപ്ഷൻ വരുമ്പോൾ പിന്നെ എന്താണ് കറക്റ്റായിട്ട് ഉത്തരം ശരിയായിട്ട് വരിക. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷനും ഇല്ലാതെ ആൻസർ എഴുതാൻ പറ്റും. അപ്പം ആദ്യം തുടക്കത്തിലേ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു പോകാൻ നമുക്ക് സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്കോളർഷിപ്പ് എക്സാമാണ് LSS എന്ന് പറയുന്നത്. ഒരു ടെൻഷനും വേണ്ട. നിങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഇത്രയും കാലം പഠിച്ച ഓരോ കാര്യങ്ങളും തന്നെയാണ് ഉണ്ടാവുക. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് ചെയ്യണം, കുറച്ചൊന്ന് ഒരു ഹാർഡ് വർക്ക് ചെയ്ത് ഒരു ശ്രദ്ധയോട് കൂടിയിട്ട് നല്ല രീതിയിൽ ഒരു സ്മാർട്ട് വർക്കായിട്ട് കുറച്ചൊന്ന് പഠനം കൊണ്ടുപോയാൽ മതി. ഈസി ആയിട്ട് നേടാൻ പറ്റുന്നതേ ഉള്ളൂ. ഒരു ടെൻഷനും വേണ്ട. ടീച്ചർ ഓരോ പാഠത്തിൻ്റെയും മോക്ക് ടെസ്റ്റ് വിടുന്നതാണ്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് മലയാളത്തിലെ 1ാമത്തെ യൂണിറ്റ് അതിലെ പിന്നെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇനി ഞാൻ ഇവിടെ ഇരുന്നിട്ട് ക്വസ്റ്റ്യൻസ് റെഡിയാക്കി വീഡിയോ ഒക്കെ റെഡിയാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വീട്ടിലിരുന്നിട്ട് മലയാളത്തിലെ 1ാമത്തെ യൂണിറ്റിലെ 2 പാഠമാണല്ലോ ഉള്ളത്. ആ 2 പാഠം നന്നായിട്ട് പഠിക്കുക. അതിലെ കൃതികളുണ്ടാവും, എഴുത്തുകാരുണ്ടാവും, പിന്നെ ഓരോ പ്രവർത്തനങ്ങളുണ്ടാവും. ഇപ്പോൾ ഡയറി എഴുതാനുണ്ട്, സംഭാഷണം എഴുതാനുണ്ട്, അങ്ങനെ കുറേ പ്രവർത്തനങ്ങളില്ലേ, അത് നന്നായിട്ട് പഠിക്കണം. അതേപോലെ തന്നെ ഇപ്പോൾ പുതിയ പദങ്ങൾ, വാക്കർത്ഥങ്ങൾ, നാനാർത്ഥങ്ങൾ വരുന്നുണ്ടാവും, ഓപ്പോസിറ്റ് അർത്ഥങ്ങൾ വരുന്നുണ്ടാവും, പിന്നെ കൂട്ടിച്ചേർക്കാനുള്ളതുണ്ടാവും. അങ്ങനെ എന്തൊക്കെയാണോ അതിൽ പഠിക്കേണ്ടത് അതെല്ലാം നന്നായിട്ട് പഠിക്കുക. അപ്പോഴേക്കും ടീച്ചർ ഇവിടെ ഇരുന്നിട്ട് മലയാളത്തിലെ ഒരു മോക്ക് ടെസ്റ്റ് റെഡിയാക്കുക. എങ്ങനെയാണോ LSS എക്സാമിന് വരാൻ സാധ്യതയുള്ളത് അതേപോലെ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ വരിക. നിങ്ങൾ പഠിച്ച് അവിടെ റെഡി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു മോക്ക് ടെസ്റ്റിൽ കാണാം. ഓക്കെ, താങ്ക്